അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലേക്ക് ഏതെങ്കിലും ഒരു വാർത്തകൾ വന്നാൽ അതിൻ്റെ നിജസ്ഥിതി നല്ലതുപോലെ അന്വേഷിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പരമാവധി ശ്രമിക്കുകയും വേണം. എന്നിട്ടല്ലാതെ നാം അത് വിശ്വസിക്കുകയോ അതിൻ്റെ പ്രചാരകരോ ആകാൻ പാടില്ല. നവമാധ്യമങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ സർവീസുകളിലൂടെയും വരുന്ന വാർത്തകൾ അപ്പടി വിശ്വസിക്കുകയും ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ആ വ്യാജ വാർത്തകൾ കാരണമായി ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളും തകർന്നടിയുകയും മാനസിക വിഷാദത്തിൽ അകപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോവുകയും കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫാസിഖായ മനുഷ്യൻ, ഒരു തെമ്മാടിയായ മനുഷ്യൻ നിങ്ങളിലേക്കൊരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അത് നല്ലതുപോലെ പരിശോധിച്ചറിയൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് വ്യക്തമാക്കി പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, അല്ലയോ വിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, ഏതെങ്കിലും ഒരു ഫാസിഖായ മനുഷ്യൻ, തെമ്മാടിയായ മനുഷ്യൻ നാട്ടിലും സമൂഹത്തിലും സമുദായാംഗങ്ങൾക്കിടയിലും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനൂ, നിങ്ങളത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങളത് വിശ്വസിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് വ്യക്തമായി പരിശോധിച്ചറിയൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അങ്ങനെ പരിശോധിച്ചറിയാതെ നിങ്ങളത് അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പ്രചാരകരായാൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് അടിവരയിട്ട് സംശയലേശമന്യേ പ്രഖ്യാപിക്കുകയാണ്. ഒരു സമൂഹത്തെ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഒരു വലിയ നിർദ്ദേശമാണ് സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്തിലൂടെ, 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഞാനിതിവിടെ ഇപ്പോൾ പറയാൻ കാരണം, നമ്മുടെ നാടുകളിലൊക്കെ ഖബർസ്ഥാനുകളുണ്ട്. ആ ഖബർസ്ഥാനുകളിൽ അടക്കം ചെയ്യപ്പെട്ട മയ്യത്തുകൾ കാലക്രമത്തിൽ ഒരുപാട് കാലമായി അവിടെ ആരും സന്ദർശിക്കാനും ഒന്നും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ സ്ഥലപരിമിതി കാരണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഖബർ രണ്ടാമതും പൊളിച്ച് പുതിയ മയ്യത്തുകൾ അടക്കം ചെയ്യുന്നത് പല നാട്ടിലും വ്യാപകമാണ്. അതിന് കൃത്യമായി ഇത്ര കാലയളവ് എന്നൊക്കെയുണ്ട്. ചില സ്ഥലങ്ങളിൽ ആ കാലയളവ് പോലും പരിഗണിക്കാൻ കഴിയാതെ ആ മയ്യത്ത് ഒന്ന് പ്രകൃതിയോട് ഇഴകിച്ചേരാൻ പോലും സമയം കിട്ടാതെ, മണ്ണിനോട് ചേരാൻ പോലും സമയം കിട്ടാതെ ഒളിച്ചു മാറ്റി പുതിയ മയ്യത്തുകൾ വെക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളില്ലാത്ത എന്നാൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പല പ്രദേശങ്ങളിലും അത്തരമൊരു പ്രയാസം നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ വിശാലമായ ഖബർസ്ഥാനാണുള്ളത്. ഹൈദരാബാദിൽ വളരെ സ്ഥലം കുറഞ്ഞൊരു സ്ഥലത്ത് തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബർ, 75-80 വയസ്സുള്ള പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബർ, അത് ഉടനെ തന്നെ പൊളിച്ച് മാറ്റപ്പെടാതിരിക്കാനും വഴിയിലൂടെ നടന്നു പോകുന്നവർ ആ ഖബറിൽ ചവിട്ടാതിരിക്കാനും വേണ്ടി ഒരു സഹോദരൻ ആ ഖബറിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രില്ലിട്ട ഒരു സംഭവം, ആ ഗ്രില്ലിട്ട ഖബറിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു നാട്ടുകാരായ ആളുകൾ അവർ ശവഭോഗികളാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലെ ഓൺലൈൻ പേജുകളിൽ ആ ഫോട്ടോയോടൊപ്പം അത്തരമൊരു വാർത്ത കാണാനിടയായി. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല വാർത്താ ചാനലുകളും പത്രങ്ങളും ഈ വാർത്തകൾ വ്യാജമാണെന്നറിയാതെ പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. സാധാരണ എന്നോണം സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് അത് വ്യാപകമായി പ്രചരിക്കുകയും ഒരു സമൂഹത്തെ മുഴുക്കുകയും ശവഭോഗികളാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് സമൂഹത്തിലായാലും വ്യക്തിപരമായ ആണെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ അത് കൃത്യമായി അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമേ നാം ഷെയർ ചെയ്യാൻ പാടുള്ളൂ, പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമൂഹ്യമായും വ്യക്തിപരമായും കുടുംബപരമായുമുള്ള എല്ലാ ഘടകങ്ങളും പരസ്പരം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലനിന്നു പോകേണ്ടതാണ്. അതിൽ വിള്ളലുണ്ടാക്കാൻ പൈശാചികമായ പരിശ്രമങ്ങൾ പല നിലക്കും വരുമ്പോൾ ഇത്തരം ഖുർആനികമായ നിർദ്ദേശങ്ങൾ നമുക്ക് സഹായകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശക്തമായൊരു
സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.